യൂട്യൂബിൽ ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് അതേപോലെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഞാന് ആ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണത്. അതിനി എങ്ങനെ ഉണ്ടാക്കിയാന്ന് കാണാം. അതിനു വേണ്ടി ഞാനിതാ 3/4 കപ്പ് പരിപ്പിനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പാത്രത്തിലിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. ഇനി അത് വേവാൻ വേണ്ടിയിട്ടും ഒരു 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിനെ ഒന്ന് നമുക്ക് കുതിർത്താൻ വെക്കാം. ഇതൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് പുളി ഒന്ന് കുതിർന്ന് വരട്ടെ. മക്കളെ, നമ്മുടെ പരിപ്പ് ഇതാ നന്നായിട്ട് പായസം പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇങ്ങനെ വേണം സാമ്പാറിന് പരിപ്പ് വേവാൻ. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ. മക്കളെ, ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിതാ ഞാൻ ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. നമ്മുടെ ജീരകവും ഉലുവയും പൊരിഞ്ഞു വരുമ്പോൾ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്തി കൊടുക്കുക. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി 2ആയിട്ട് കഷ്ണാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരട്ടെ. മക്കളെ, നമ്മളെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് കണ്ണാടി പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. മക്കളെ, ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീഡിയം സൈസിൽ 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ കിടന്ന് വഴണ്ടി വരട്ടെ. മക്കളെ, നമ്മുടെ തക്കാളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിനുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. 1 ഉരുളക്കിഴങ്ങ്, 1 കപ്പ് കുമ്പളങ്ങ അരിഞ്ഞത്, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് മത്തങ്ങ, 3/4 കപ്പ് പടവലങ്ങ അരിഞ്ഞത്, 1/2 കപ്പ് ചേനയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു വലിയ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 പച്ചക്കായയുടെ പകുതി ഏത്തക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. 1 മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണം അരിയുമ്പോൾ ഇച്ചിരി വലിപ്പത്തിൽ വേണം മുറിക്കാൻ കേട്ടോ. കഷ്ണങ്ങളൊക്കെ എല്ലാ പച്ചക്കറിയുടെ കഷ്ണങ്ങളും കുറേശ്ശായിട്ട് തോനെ ഇടണേ. അപ്പോഴാണ് സാമ്പാറുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പം ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സാമ്പാർ പൊടിയുടെ വീഡിയോ ഞാൻ ഞങ്ങളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അതേപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഇനി നമുക്ക് എല്ലാതും പാടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പം നമ്മുടെ മസാലയും പച്ചക്കറികളും നന്നായിട്ട് മിക്സായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായ വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പച്ചക്കറി മുങ്ങണത് വരെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുന്നതിന് അളവൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഉപ്പ് പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഉപ്പും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ പച്ചക്കറി വേകാനൊന്നും അധിക സമയമൊന്നും വേണ്ടി വരില്ല, കുറച്ച് സമയം മതി കേട്ടോ. മക്കളെ, നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്തിക്കണമെന്ന് നോക്കാൻ ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നെക്കി നോക്കിയാൽ മതി. കണ്ടില്ലേ? ഇതിൽ ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിയും ഒഴിച്ചു കൊടുക്കുക.
ഇനി നമുക്ക് നന്നായിട്ട് നമ്മുടെ സാമ്പാറും പുളിയും പരിപ്പും പാടെ മിക്സാക്കിയിട്ട് എടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ സാമ്പാറിന് ലേശം ലൂസ് വേണമെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിൽ ഒരു അരക്കപ്പ് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പാകം നോക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ സാമ്പാർ ഒന്ന് തിളച്ച് മറിഞ്ഞ് വരട്ടെ കേട്ടോ. മക്കളെ, നമ്മുടെ സാമ്പാർ ഇതാ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇരുന്നൊരു 3 മിനിറ്റ് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് ഇളക്കിയിട്ട് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പരിപ്പിട്ടതല്ലേ, ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അതാണ് ഈ ഇളക്കി കൊടുക്കണം പറയുന്നത്. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ സാമ്പാർ 3 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഇറക്കി വെക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിന് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. ചട്ടി ചൂടായി വരട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു ഇച്ചിരി ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി പൊട്ടി വരട്ടെ. ഇപ്പം നമ്മുടെ കടുകും പൊട്ടി ഉഴുന്നും പരിപ്പിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ 3 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ഇളക്കി കറിവേപ്പിലയൊക്കെ ഒന്ന് പൊരിഞ്ഞ് വരും. ഈ പൊരിഞ്ഞ് വന്ന അങ്ങനെ നമുക്കെടുത്ത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. മക്കളെ, ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ വറവൊക്കെ എല്ലായിടത്തും പെടുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ തമിഴ്നാടൻ സാമ്പാറിൻ്റെ പണി ട്ടോ. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ല രസം തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.